ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിസിക്സിന്റെ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് കെമിസ്ട്രിയുടെ ഈ ഒരു നമ്മുടെ പഴയ സിലബസ് വെച്ച് നോക്കുമ്പോഴുള്ള മൊഡ്യൂൾ 6-ലെ നമ്മൾ ഏകദേശം ഹൈഡ്രജൻ ബോണ്ട് വരെയുള്ള കാര്യങ്ങൾ, അതായത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറും അതുപോലെ തന്നെ ആറ്റം മോഡൽസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫിസിക്സിന്റെ നമ്മൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ്, ലോസ് ഓഫ് മോഷൻ വരെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഈ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ +1-ന്റെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ നെയിം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ വളരെ ലെങ്തി ആയതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കൺസർവേഷൻ ലോസ്, ലീനിയർ മൊമെന്റം, ആംഗുലർ മൊമെന്റം, കൺസർവേഷൻ ഒക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ, അതായത് 7th ചാപ്റ്റർ ആണ് നമ്മുടെ ഫിസിക്സിന്റെ +1 ടെക്സ്റ്റിലെ. പിന്നെ എന്താണ് അതിന്റെ പേര് നോക്കി, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, അല്ലെങ്കിൽ കണികാ വ്യൂഹവും അവയുടെ ഭ്രമണ ചലനവും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യം എന്താണ് സെന്റർ ഓഫ് മാസ്, റിജിഡ് ബോഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, അല്ലെ? അപ്പൊ റിജിഡ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ദൃഢവസ്തുക്കളെയാണ് നമ്മൾ എന്താണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അതുപോലെ സെന്റർ ഓഫ് മാസിനെ ദ്രവ്യമാന കേന്ദ്രം എന്നാണ് പറയുന്നത്, അല്ലെ? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പോയിന്റ് ഇൻ ദ റിജിഡ് ബോഡി ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ഇസ് കോൺസെൻട്രേറ്റഡ്, അല്ലെ? അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിജിഡ് ബോഡീസിന്റെ കാര്യങ്ങൾ, അവരുടെ ഈ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ പോലെയുള്ള മോഷനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് സെന്റർ ഓഫ് മാസ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷനും കാര്യങ്ങളും നോക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്നാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും ഇമ്പോർട്ടന്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യം വരാം. സോ നമ്മൾ ഇപ്പം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലീനിയർ മൊമെന്റം, അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റം, ആംഗുലാർ ആക്സലറേഷൻ, ടോർക്ക്, ഇതുപോലുള്ള എന്താണ് റൊട്ടേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നോക്കാം, ഒരു കണികാ വ്യവസ്ഥയുടെ രേഖീയ ആക്കം അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ മൊമെന്റത്തിനെ കുറിച്ച്, നമ്മൾ സാധാ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്താണ്, ലീനിയർ മൊമെന്റത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു കണികയുടെ രേഖീയ ആക്കത്തെ കുറിച്ചുള്ള നിർവചനം നമുക്ക് വീണ്ടും പരിഗണിക്കാം. P is equal to mv. നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇനി ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ഉപയോഗിച്ച് എഴുതിയാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, അല്ലെ? ഇത് ടി ആണ്. ഡി പി ബൈ ഡി ടി, അതായത് ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ചേഞ്ച് ഇൻ ടൈം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. ഇത് നമ്മൾ അവിടെ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് എന്നത് കണികയ്ക്ക് മേൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ്. n മാസുകളുള്ള m1, m2, എക്സെട്ര mn എന്നിവയും പ്രവേഗങ്ങൾ യഥാക്രമം v1, v2, എക്സെട്ര vn എന്നിവയും ആയിട്ടുള്ള n കണികകളുടെ ഒരു വ്യവസ്ഥ പരിഗണിക്കുക. ഇവിടെ കണികകൾ പരസ്പരം പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതോടൊപ്പം തന്നെ അവയിൽ ബാഹ്യബലം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഒന്നാമത്തെ കണത്തിന്റെ രേഖീയ ആക്കം m1 v1, രണ്ടാമത്തേത് m2 v2 എന്ന ക്രമത്തിൽ ഇവിടെ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ n എണ്ണം കണങ്ങളുള്ള ഒരു വ്യവസ്ഥയിൽ ഓരോ സ്വതന്ത്ര കണികയുടെയും ആക്ക സദിശങ്ങളുടെ എന്താണ് തുകയാണ് ആ വ്യവസ്ഥയുടെ രേഖീയ ആക്കം നിർവചിക്കപ്പെടുന്നത്. അതായത് P is equal to P1 plus P2 plus etc. Pn. ഒന്നുമില്ല, നമ്മളിവിടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് കണിക വ്യൂഹത്തെ കുറിച്ച് പറയുന്നതുകൊണ്ട് നമ്മളിവിടെ എന്താണ്, ഒരു വസ്തുവിൽ എന്താ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ അതിൽ ഓരോ പാർട്ടിക്കിൾസിന്റെ മാസ് ആണ് m1, m2, എക്സെട്ര mn എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ v1, v2, എക്സെട്ര vn. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിക്കിളിന്റെയും മൊമെന്റം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ആളുടെ m1 v1, രണ്ടാമത്തേത് m2 v2, അങ്ങനെ പോയി ലാസ്റ്റ് mn vn ആണ് ലാസ്റ്റ് nth പാർട്ടിക്കിളിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ദ വെക്ടർ സം ഓഫ് ദി മൊമെന്റം ഓഫ് ഈച്ച് പാർട്ടിക്കിൾ. ഓരോ പാർട്ടിക്കിളിന്റെയും, അതായത് n എണ്ണമുള്ള കണങ്ങളുള്ള ഒരു വ്യവസ്ഥയിൽ ഓരോ സ്വതന്ത്ര കണികയുടെയും ആക്ക സദിശങ്ങളുടെ
തുകയായാണ് ആ വ്യവസ്ഥയുടെ രേഖീയ ആക്കം നിർവചിക്കപ്പെടുന്നത്. ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് സം ഓഫ് മൊമെന്റം ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓൾറെഡി നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം അതിന് വരാം പി ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 എക്സെട്ര Pn എന്ന് എഴുതി, പിക്ക് വരെ M1 V1, P2 വരെ M2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Mn Vn, ഇത്രയാണ് എഴുതിയത്. ഇനി ഇതിൽ നിന്ന് എന്താണ് ഈ സമവാക്യം നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? P is equal to mv എന്ന് എഴുതാം. അതായത് m എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾസ് അല്ലെ, പാർട്ടിക്കിൾ അതായത് M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര Mn എന്ന് പറയുന്നതാണ് ഇവിടെ ക്യാപിറ്റൽ എമ്മും, v എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ദി വെലോസിറ്റീസ്. അപ്പൊ എല്ലാ പാർട്ടിക്കിളിന്റെയും വെലോസിറ്റീസ്. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ മൊമെന്റം P is equal to mv എന്ന് എഴുതാം. അതായത് ഒരു കണിക വ്യവസ്ഥയുടെ ആക്കത്തിന്റെ ആകത്തുക ആ വ്യവസ്ഥയുടെ മൊത്തം മാസും അതിന്റെ ദ്രവ്യമാന കേന്ദ്രത്തിന്റെ പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലത്തിന് തുല്യമായിരിക്കും അല്ലെ. മൊത്തം മാസും അതിന്റെ പ്രവേഗവും, സെന്റർ ഓഫ് മാസിന്റെ പ്രവേഗം അതായത് വെലോസിറ്റിയും തമ്മിലുള്ള ഗുണനഫലം പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ P is equal to മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഇനി സമയാനുസൃതമായി അവകലനം ചെയ്താൽ ലഭിക്കുന്നത്, അതായത് ഇതിനെ എന്താണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ dp/dt എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടുന്നത്? m ഇൻറ്റു dv/dt അല്ലെ. നമുക്ക് ഓൾറെഡി p is equal to mv ആണ്. dp/dt ചെയ്യുമ്പോൾ എന്താണ്? we get d/dt ഓഫ് ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ d/dt എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അതിൽ എന്താണ് മാസ് ഇൻറ്റു വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം m എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് എമ്മിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ വെളിയിൽ എഴുതിയത്. എന്നിട്ടാണ് നമുക്ക് m ഇൻറ്റു dv/dt എന്ന് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ dp/dt ഈസ് ഈക്വൽ ടു m ഇൻറ്റു dv/dt. ഇനി dv/dt എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? വെലോസിറ്റിയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്താണ്? ആക്സലറേഷൻ. അങ്ങനെയാണ് dp/dt ഈസ് ഈക്വൽ ടു ma എന്ന് എഴുതിയത്. ഓക്കെ, സോ ദാറ്റ് ഇസ് dp/dt എന്താണ്? f ആണ് അല്ലെ. ദാറ്റ് ഇസ് f is equal to dp/dt is equal to ma. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ dp/dt is equal to f external. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ext എന്ന് f ന്റെ താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഒരു കണികാ വ്യവസ്ഥയ്ക്ക് ബാധകമായ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന്റെ പ്രസ്താവനയാണ് അല്ലെ. ഓക്കെ, അത് നമുക്കറിയാം. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമമാണ് ഈ ഒരു ഇക്വേഷൻ അല്ലെ ഈ ഒരു സമവാക്യം കാണിക്കുന്നത്. ഇനി ഒരു കണികാ വ്യവസ്ഥയിൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന്റെ തുക 0 ആണെന്ന് സങ്കല്പിച്ചാൽ സമവാക്യത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്? അതായത് dp/dt is equal to 0. അതായത് f എക്സ്റ്റേണലിന്റെ വാല്യൂ 0 ആയാൽ, അതായത് എക്സ്റ്റേണലി അതിനകത്ത് പ്രയോഗിക്കുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സ്, അതാണ് ബാഹ്യബലം 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ എന്താ കിട്ടുന്നത്? dp/dt is equal to 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് പറയാം? dp/dt is equal to 0 ആയാൽ p is equal to a കോൺസ്റ്റന്റ് ആവും. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ വാല്യൂ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. dp/dt is equal to 0 ആണെങ്കിൽ p is a കോൺസ്റ്റന്റ്, അഥവാ p ഒരു സ്ഥിര സംഖ്യ ആകുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. ലീനിയർ മൊമെന്റം ആണ് p. p എന്താണ്? ഇപ്പൊ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നോക്കി ഇവിടെ പറയുന്നുണ്ട്. അതായത് കണികാ വ്യവസ്ഥയ്ക്ക് മേൽ പ്രയോഗിക്കപ്പെടുന്ന മൊത്തം ബാഹ്യബലം 0 ആവുമ്പോൾ ആ വ്യവസ്ഥയുടെ ആകെ രേഖീയ ആക്കം എന്താണ്? സ്ഥിരമായിരിക്കും. ഒരു കണികാ വ്യവസ്ഥയുടെ രേഖീയ ആക്ക സംരക്ഷണ നിയമമാണ് ഇത്. കണ്ടോ? ലീനിയർ മൊമെന്റം കൺസർവേഷൻ ആണ്. ആക്ക സംരക്ഷണ നിയമം, അതാണ് കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലീനിയർ മൊമെന്റം കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ ഈ സെയിം കാര്യം തന്നെ എന്താണ്? ഈ ഒരു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ ബേസിലാണ് പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള എന്താണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താ പറയുന്നത്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമുക്കറിയാം dp/dt is equal to f external ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയാൽ അതിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത്, അതിന്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്? ലീനിയർ മൊമെന്റം is conserved. So when the net external force acting on a system of particles is 0, then the linear momentum of the system of particles is a
കോൺസ്റ്റന്റ്. ഓക്കെ, അതാണ് ഇവിടെ മലയാളത്തിൽ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. കണികാ വ്യവസ്ഥയ്ക്ക് മേൽ പ്രയോഗിക്കപ്പെടുന്ന മൊത്തം ബാഹ്യബലം 0 ആവുമ്പോൾ ആ വ്യവസ്ഥയുടെ ആകെ രേഖീയ ആക്കം സ്ഥിരമായിരിക്കും. രേഖീയ എന്ന് വെച്ചാൽ ലീനിയർ ആണ്. ലീനിയർ മൊമെന്റം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് രേഖീയ ആക്ക സംരക്ഷണ നിയമം. ഓക്കെ, സോ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇതിന്റെ ഇടയിലൊക്കെ ഉള്ള ഈ എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. അല്ലെ, നമ്മൾ ആംഗുലാർ വെലോസിറ്റി അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സർക്കുലാർ മോഷന്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അവിടെ നമ്മൾ ആംഗുലാർ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒമേഗ എന്ന് പറയുന്ന ലെറ്റർ, എന്നിട്ട് v is equal to ഒമേഗ ഇൻറ്റു ആർ ആണെന്നുള്ള ഒരു റിലേഷൻ ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചോടാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഒന്ന് നോക്കാം. അപ്പൊ ഈ വിഭാഗത്തിൽ നാം പഠിക്കാൻ പോകുന്നത് കോണീയ പ്രവേഗം എന്താണെന്നും പരിക്രമണ ചലനത്തിൽ അതിനുള്ള ധർമ്മം എന്താണെന്നുമാണ്. ഒരു പരിക്രമണ ചലന വ്യവസ്ഥയിൽ എല്ലാ കണങ്ങളും വൃത്താകാര പാതയിൽ സഞ്ചരിക്കുന്നു. അവയുടെ രേഖീയ പ്രവേഗം കോണീയ പ്രവേഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൊട്ടു മുമ്പുള്ള ഭാഗത്തിൽ പഠിച്ചതുപോലെ ഈ രണ്ട് പരിമാണങ്ങളും തമ്മിലുള്ള ബന്ധം സദിശ ഗുണിത പരമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് രേഖീയ പ്രവേഗവും കോണീയ പ്രവേഗവും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പരിക്രമണ ചലനത്തിൽ എന്താണ് പാർട്ടിക്കിൾസ് എല്ലാം എന്ത് വൃത്താകാര പാതയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് എന്താണ് സർക്കുലാർ പാത്തിലായിരിക്കും എന്താണ് റൊട്ടേഷണൽ മോഷനിൽ പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ് ഒരു സർക്കുലാർ പാത്തിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ വെലോസിറ്റി ഓഫ് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ചിത്രം 7.4 ശ്രദ്ധിച്ചാൽ ഒരു നിശ്ചല അക്ഷത്തെ ചുറ്റിക്കൊണ്ട് പരിക്രമണ ചലനം നടത്തുന്ന ഒരു ദൃഢവസ്തുവിന്റെ എല്ലാ കണങ്ങളും വൃത്താകാര പാതയിൽ സഞ്ചരിക്കുമെന്നും ഈ സഞ്ചാരപാത ബന്ധപ്പെട്ട അക്ഷവുമായി ലംബാവസ്ഥയിലായിരിക്കുമെന്നും മനസ്സിലാക്കാം. അതായത് 7.4 കണ്ടോ, ഒരു ദൃഢവസ്തുവാണ് കാണിച്ചിട്ടുള്ളത്. ദൃഢവസ്തുവിലെ എല്ലാ പാർട്ടിക്കിൾസും എന്താണ്, ഈ ദൃഢവസ്തു റൊട്ടേഷണൽ മോഷനിലാകുമ്പോൾ പരിക്രമണ ചലനത്തിലാകുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, ഒരു ഫിക്സഡ് ആക്സിസിന് ഒരു നിശ്ചല അക്ഷം, അതായത് ഒരു ഫിക്സഡ് ആക്സിസിന് എബൌട്ട് ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, എവറി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, അല്ലെങ്കിൽ ഒരു സർക്കിളിലൂടെ ആയിരിക്കും എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ ഒരു പാത്തും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് 6 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സർക്കുലർ പാത്തിൽ ഒരു പോയിന്റ് പി മാർക്ക് ചെയ്തിട്ടുണ്ട്. പി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ അവരുടെ സർക്കുലർ പാത്തിന്റെ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് v എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് അലോങ് ദ ടാൻജന്റ് ഓഫ് ദി സർക്കുലർ പാത്ത് ആയിരിക്കും. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. സോ ഡെൽറ്റ ടി ഇടവേളയ്ക്ക് ശേഷം കണികയുടെ സ്ഥാനം പിയിൽ നിന്ന് പി ഡാഷിൽ എത്തിയെന്നിരിക്കട്ടെ. അതായത് ഈ ഒരു ചിത്രത്തിലെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പ് ഇവിടെ കുറച്ച് കാര്യം പറയാനുണ്ട്. ചിത്രം 7.4 ശ്രദ്ധിച്ചാൽ ഒരു നിശ്ചല അക്ഷത്തെ ചുറ്റിക്കൊണ്ട് പരിക്രമണ ചലനം നടത്തുന്ന ഒരു ദൃഢവസ്തുവിന്റെ എല്ലാ കണങ്ങളും വൃത്താകാര പാതയിൽ സഞ്ചരിക്കുമെന്നും ഈ സഞ്ചാരപാത ബന്ധപ്പെട്ട അക്ഷവുമായി ലംബാവസ്ഥയിലായിരിക്കുമെന്നും മനസ്സിലാക്കാം. അത് ഓൾറെഡി പറഞ്ഞു. ഇനി ചിത്രം 7.16 ചിത്രം 7.4 വിവരണം ആവർത്തിക്കുകയാണെങ്കിലും ഇവിടെ ഒരു നിശ്ചല അക്ഷത്തിന് ചുറ്റുമായി പരിക്രമണം ചെയ്യുന്ന ഒരു ദൃഢവസ്തുവിലെ പി സ്ഥാനത്തുള്ള ഒരു കണത്തിന്റെ മാത്രം സഞ്ചാരപാതയായ വൃത്തമേ കാണിച്ചിട്ടുള്ളൂ. അതായത് ഒരു ഒറ്റ പാർട്ടിക്കിളിന്റെ സഞ്ചാരപാത മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ആ കണം അക്ഷത്തിലെ സി എന്ന കേന്ദ്രം ആധാരമാക്കിയാണ് പരിക്രമണം ചെയ്യുന്നത്. കണ്ടോ, ഈ ആക്സിസ്, അക്ഷം എന്ന് പറയുന്ന ആക്സിസ് ആണ്. കണ്ടോ, ഇവിടെ ഒരു ഫിക്സഡ് ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിന് ചുറ്റുമാണ് ഈ പാർട്ടിക്കിൾ കറങ്ങുന്നത്. ആ ആക്സിസിന് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ്, പി എന്ന കണത്തിൽ നിന്ന് അതിന്റെ അക്ഷകേന്ദ്രമായ സിയിലേക്കുള്ള ലംബരേഖയാണ് പരിക്രമണ വൃത്തത്തിന്റെ ആരം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് പിയിൽ നിന്ന് സിയിലോട്ട് വരയ്ക്കുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആറാണ് ഇതിന്റെ ആരം. അത് കഴിഞ്ഞ് പി എന്ന കണത്തിന്റെ രേഖീയ പ്രവേഗം v കൂടി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ കണിക അക്ഷകേന്ദ്രം സിക്ക് ചുറ്റുമായി ഉണ്ടാക്കുന്ന സഞ്ചാര വൃത്തത്തിൽ പി എന്ന സ്ഥാനത്തുള്ള തൊടുവര ടാൻജന്റ് ആണ് സദിശം v കിടക്കുന്നത്. ഓക്കെ, ടാൻജന്റിലാണ് എന്തെന്ന് പറയുന്നത്, സദിശം, അതായത് നമ്മുടെ വെലോസിറ്റി v കാണിച്ചിട്ടുള്ളത് അലോങ് ദി ടാൻജന്റ് ടു ദി സർക്കുലർ പാത്ത്. ഇപ്പൊ ടാൻജന്റ് എന്താണെന്ന് അറിയാലോ, അതായത് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ
സർക്കിളിലെ ഒറ്റ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ഒരു ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടാൻജന്റ് എന്ന് വിളിക്കുന്നത്, തൊടുവര. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടാൻജന്റ് ആണ് വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്, അതിനകത്ത് പാർട്ടിക്കിൾസ് എല്ലാം എന്താണ് സർക്കുലർ പാത്തിലൂടെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാണ്. ആ പാർട്ടിക്കിൾ ഒരു ഫിക്സഡ് ആക്സിസ്, അതായത് ഇവിടെ ഒരു ഇസഡ് ആക്സിസ് ആണ് ഫിക്സഡ് ആക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ആ ആക്സിസിന് എബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്, എബൌട്ട് എ പോയിന്റ് സി ഓൺ ദ ആക്സിസ്. ആ ആക്സിസിലെ ഒരു പോയിന്റ് ആണ് സി, അതിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആർ ആണ്. പിയിൽ നിന്ന് പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സർക്കിളിലൂടെ പിന്ന് പി ഡാഷിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പാർട്ടിക്കിള് ഇവിടെ എന്താണ് ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, അതായത് ഒരു ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി അതിനെ കുറിച്ച് പറയാം. ഡെൽറ്റ ടി ഇടവേളയ്ക്ക് ശേഷം കണികയുടെ സ്ഥാനം പിയിൽ നിന്ന് പി ഡാഷിൽ എത്തിയെന്നിരിക്കട്ടെ. അതായത് ടൈം ഇന്റർവെലിന് ശേഷം എന്താണ് സ്ഥാനം മാറി പി ഡാഷിലാണ് നമ്മുടെ പാർട്ടിക്കിൾ എത്തിയത്. ഇനി കോൺ പി സി പി ഡാഷ് ഡെൽറ്റ ടി സമയത്ത് പി എന്ന കണത്തിന്റെ കോണീയ സ്ഥാനമാറ്റം ഡെൽറ്റ തീറ്റയെ സൂചിപ്പിക്കുന്നു. ഈ ഇടവേളയിൽ, അതായത് കോണീയ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എത്രയായി, ഡെൽറ്റ തീറ്റയായി. ഇനി ഈ ഇടവേളയിൽ ശരാശരി കോണീയ പ്രവേഗം കണക്കാക്കുന്നത് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നാണ്. അല്ലെ, കോണീയ പ്രവേഗം, ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അല്ലെ, ചേഞ്ച് ഇൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണെന്ത്, ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ കോണീയ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇടവേള ഡെൽറ്റ ടി പൂജ്യത്തോട് അടുക്കുമ്പോൾ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി അനുപാതം തൽക്ഷണ കോണീയ പ്രവേഗമായി മാറും. അതും നമുക്കറിയാലോ, അതും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ ഇവിടെ പറയുന്നത്. അതായത് ചെറിയ ടൈം ഇന്റർവൽ ആണെങ്കിൽ ആ വെലോസിറ്റിയെ എന്താണ്, അല്ലെങ്കിൽ ആ ആംഗുലാർ വെലോസിറ്റിയെ ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. ഇനി നോക്കിക്കേ, തൽക്ഷണ കോണീയ പ്രവേഗം രേഖപ്പെടുത്തുന്നത് ഒമേഗ എന്ന പ്രതീകം ഉപയോഗിച്ചാണ്. ഇത് ഒമേഗയാണ്. ഓക്കെ, അപ്പൊ ആംഗുലാർ വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പരിക്രമണ ചലനത്തിലെ രേഖീയ പ്രവേഗത്തിന്റെ അളവായ വി ആ കണികയുടെ തൽക്ഷണ കോണീയ പ്രവേഗമായ ഒമേഗയുമായി v is equal to ഒമേഗ ഇൻറ്റു ആർ എന്ന സമവാക്യത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആർ എന്നത് വൃത്തത്തിന്റെ ആരമാണ്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. v ആയിരുന്നു അതിന്റെ എന്താണ് ലീനിയർ വെലോസിറ്റി, ഒമേഗ ആണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ v is equal to എന്താണ് ആർ ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ ആർ ആണ്, വേർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് എന്താണ് along which the particle is moving. അല്ലെ, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ v is equal to ആർ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ആർ എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ ദിസ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. അതാണ് ഇനി ഇവിടെ പറയുന്നത്. v is equal to ഒമേഗ ആർ എന്ന ബന്ധം ഒരു ദൃഢവസ്തുവിലെ എല്ലാ കണങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. നിശ്ചല അക്ഷത്തിൽ നിന്ന് ലംബിത അകലം ri ലുള്ള ഒരു കണികയുടെ രേഖീയ പ്രവേഗം vi എന്നായിരിക്കും. അതായത് vi is equal to ഒമേഗ ഇൻറ്റു ആർ ഐ എന്ന സമവാക്യത്തിലൂടെ കണ്ടെത്താം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇതെന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഒറ്റ പാർട്ടിക്കിളിന്റെ കാര്യം ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതേപോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ കാര്യം എന്താണ് ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒറ്റ പാർട്ടിക്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ അതിനകത്ത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെയും ഇതുപോലെ നമുക്ക് ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതൂടെ ഒന്ന് വായിക്കാം. ഒരു കണിക അക്ഷത്തിൽ തന്നെയാണെങ്കിൽ അക്ഷത്തിൽ നിന്ന് അതിലേക്കുള്ള ദൂരം 0 ആയിരിക്കും. അല്ലെ, അതായത് പാർട്ടിക്കിള് ഈ സർക്കിളിൽ അല്ലാതെ ആക്സിസിൽ തന്നെയാണ് പാർട്ടിക്കിൾ നിൽക്കുന്നതെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കത്തില്ലേ. പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ മാത്രമല്ലേ ഈ ഡിസ്റ്റൻസ് ആറാന്ന് പറയാവുള്ളൂ. പാർട്ടിക്കിൾ എന്താണ് ആക്സിസിൽ തന്നെ ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ എന്തെഴുതാം, v is equal to എന്താണ് ആർ ഇൻറ്റു ഒമേഗ അല്ലേ. അപ്പൊ ആർ എന്തായി, 0 ആയിപ്പോയി. അതിനാൽ എന്താണ് v is equal to ഒമേഗ ആർ is equal to എന്താണ് 0. സോ ആ കണിക നിശ്ചലമാണെന്ന് വരുന്നു. അപ്പൊ എന്താണ് ഒമേഗ ഇൻറ്റു ആറ്
സീറോ ആയി പോയി. അപ്പൊ എന്താണ്, പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. വെലോസിറ്റി സീറോ ആകുമ്പോഴത്തേക്കും എന്താണ്, പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് പറ്റും. സോ ആ കണിക നിശ്ചലമാണെന്ന് വരുന്നു. അതുവഴി അക്ഷവും നിശ്ചലമാണെന്ന് ഈ ഗണിത സമവാക്യത്തിലൂടെ ബോധ്യമാവുന്നു. സോ കോണീയ പ്രവേഗം ഒമേഗ എല്ലാ കണികകൾക്കും ഒന്നു തന്നെ ആയതിനാൽ അത് മുഴുവൻ വസ്തുവിന്റെയും കോണീയ പ്രവേഗമായി കണക്കാക്കാം. ഓക്കെ, സോ അടുത്തത് കോണീയ ത്വരണം അല്ലെങ്കിൽ ആംഗുലാർ ആക്സലറേഷൻ. ഇതെന്താ നോക്കാം. അതായത് ഒരു പരിചിതമായ സ്ഥാനാന്തര ചലനത്തിന്റെ പിൻബലത്തോടെ പരിക്രമണ ചലനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നാം വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാന്തര ചലനത്തിലെ രേഖീയ സ്ഥാനമാറ്റം, അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, പ്രവേഗം തുടങ്ങിയ സദിശങ്ങൾക്ക് അനുരൂപമായി പരിക്രമണ ചലനത്തിൽ കോണീയ സ്ഥാനമാറ്റവും കോണീയ പ്രവേഗവും കാണുവാൻ കഴിയുന്നു. അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടു, ലീനിയർ വെലോസിറ്റി കണ്ടു, ലീനിയർ ആക്സലറേഷൻ നമുക്കറിയാം. അതുപോലെ ഇവരുടെ അനലോഗസ് ആയിട്ടുള്ള, അതായത് റൊട്ടേഷണൽ ഡൈനാമിക്സിലെ ഇവരുടെ അനലോഗസ് ആണ് ഏത് ആൾക്കാര്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ലീനിയർ ആക്സലറേഷനും ഉണ്ട് ഒരു അനലോഗസ്. ആരാണ്, ആംഗുലാർ ആക്സലറേഷൻ. ഇനി ആ ആംഗുലാർ ആക്സലറേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇനി അതുകൊണ്ട് തന്നെ സ്ഥാനാന്തര ചലനത്തിൽ പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ സൂചിപ്പിക്കുന്ന ത്വരണത്തിന് പകരം പരിക്രമണ ചലനത്തിൽ കോണീയ ത്വരണം എന്ന ആശയവും കൊണ്ടുവരുവാൻ സാധിക്കും. അതായത് കോണീയ ത്വരണം എന്ന് പറയുമ്പോൾ എന്താണ്, ആംഗുലാർ ആക്സലറേഷൻ അല്ലെ. അപ്പം അത് ലീനിയർ ആക്സലറേഷന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് ഈ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കാം. കോണീയ ത്വരണം ആൽഫ നിർവചിക്കപ്പെടുന്നത് സമയക്രമത്തിൽ കോണീയ പ്രവേഗ നിരക്കിലുള്ള വ്യത്യാസം എന്നാണ്. അതിന്റെ സമവാക്യം ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. അതായത് എന്താണ്, കോണീയ പ്രവേഗത്തിന്റെ നിരക്കിലുള്ള വ്യത്യാസം. ഓക്കെ, സമയക്രമത്തിൽ കോണീയ പ്രവേഗ നിരക്കിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്, ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി, അതാണ് ആംഗുലാർ ആക്സലറേഷൻ. സോ എന്ത് കിട്ടി, ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. സോ പരിക്രമണ അക്ഷം നിശ്ചലമാണെങ്കിൽ ഒമേഗ ദിശയും അതുകൊണ്ട് ആൽഫ ദിശയും സ്ഥിരമായിരിക്കും. ഈ സാഹചര്യത്തിൽ മുകളിലെ സദിശ സമവാക്യം ഒരു അദിശ സമവാക്യത്തിലേക്ക് ചുരുക്കാവുന്നതാണ്. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. അതായത് വെക്റ്റർ ഫോമിലുള്ള ഇക്വേഷനെ നമുക്ക് സ്കെയിലാർ ഫോമിലോട്ടും മാറ്റാം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്, ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ ആൻഡ് ആൽഫ എന്താണ്, ഫിക്സഡ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്താണ് ടോർക്കും കോണീയ ആക്കവും. നോക്കാം. ടോർക്ക് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. അതെന്താണ്, റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് സദിശങ്ങളുടെ സദിശ ഗുണിതം എന്ന നിർവചനത്തിൽ വരുന്ന രണ്ട് ഭൗതിക പരിണാമങ്ങളായ ടോർക്കും കോണീയ ആക്കവുമാണ്. ദൃഢവസ്തുക്കളുടെ ചലനത്തിൽ ഇവയുടെ പ്രാധാന്യം പിന്നാലെ ബോധ്യപ്പെടും. അടുത്തത് ബലത്തിന്റെ മൊമെന്റ് അഥവാ ടോർക്ക്, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക്. ഒരു ദൃഢവസ്തുവിന്റെ ചലനത്തിലെ പൊതുവായ സവിശേഷതകളാണ് സ്ഥാനാന്തര ചലനവും പരിക്രമണ ചലനവും. ഇവ രണ്ടും കൂടിച്ചേർന്നുള്ള ചലനാവസ്ഥയും. സോ ഒരു വസ്തുവിനെ ഒരു സ്ഥാനത്തോ അല്ലെങ്കിൽ രേഖയിലോ ഉറപ്പിക്കുകയാണെങ്കിൽ അതിനു പിന്നെ പരിക്രമണ ചലനത്തിനുള്ള സാധ്യത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തര ചലനത്തിന് മാറ്റം വരുത്തണമെങ്കിൽ ഒരു ബലം ആവശ്യമാണ്, നമുക്കറിയാം. അതായത് അതിന് വേഗവ്യത്യാസം അഥവാ ത്വരണം ഉണ്ടാവണം. ഇതുപോലെ പരിക്രമണ ചലനത്തെയും പ്രദാനം ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്നതിനായി അടയ്ക്കുകയോ തുറയ്ക്കുകയോ ചെയ്യാവുന്ന ഒരു വാതിലിന്റെ ഉദാഹരണത്തിലേക്ക് പോകാവുന്നതാണ്. വാതിൽ എന്ന ദൃഢവസ്തു അതിന്റെ രണ്ടാം ഭാഗം കട്ടിളയിൽ വിജാഗിരിയാൽ ഉറപ്പിച്ചിട്ടുള്ളതും കട്ടിള എന്ന നിശ്ചല അക്ഷത്തെ ആധാരമാക്കി തിരിയാൻ അല്ലെങ്കിൽ പരിക്രമണത്തിൽ സാധ്യമായതുമാണ്. ഒന്നാണ്. വാതിലിന് പരിക്രമണ ചലനം നടക്കണമെങ്കിൽ തീർച്ചയായും വാതിൽ നീങ്ങേണ്ട ദിശയിൽ ഒരു ബലം നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വാതിൽ തുറക്കുകയോ അടക്കുകയോ ചെയ്യുന്നത് വഴി എങ്ങനെയാണ് ഈ ഒരു പരിക്രമണത്തിലുള്ള ബലത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ പരിക്രമണ ചലനം എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഈ റൊട്ടേഷണൽ മോഷൻ, അതായത് വാതിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെ ആ മോഷൻ നടക്കേണ്ട സെയിം ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അല്ലാത്ത പക്ഷം വാതിൽ അനങ്ങുകയില്ല. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഒരു ബലം നൽകിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. വിജാഗിരിയുള്ളിടത്താണ് ബലം നൽകുന്നതെങ്കിൽ വാതിൽ അനങ്ങില്ല. ഫലപ്രദമായി
ഫലപ്രദമായ ഒരു പരിക്രമണ ചലനം വാതിലിൽ ഉണ്ടാകണമെങ്കിൽ വാതിലിന്റെ പുറം അരികിൽ വാതിലിന്റെ തലത്തിൽ ലംബമായി ഒരു നിശ്ചിത അളവിൽ ബലം പ്രയോഗിക്കണം. കേവലം ബലം പ്രയോഗിക്കുന്നതിലപ്പുറം പ്രയോഗിക്കപ്പെടുന്ന ബലം എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് പരിക്രമണ ചലന വിഷയത്തിൽ പ്രധാനമാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഒരു ജനൽ തുറക്കണം അല്ലെങ്കിൽ ഒരു കതവ് തുറക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എന്താണ്, ആ കതവിന്റെ എന്താണ്, എഡ്ജിലാണ്. അല്ലാതെ വിജാഗിരിയുടെ സൈഡിലല്ലല്ലോ, പിടിയുടെ അവിടെയല്ലേ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എവിടെയാണ് നമ്മൾ ബലം അപ്ലൈ ചെയ്യുന്നത് എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ വിജാഗിരിയുടെ അവിടെ കൊടുക്കുന്നതിനേക്കാട്ടിലും കുറച്ച് ബലം നമുക്ക് കൊടുത്താൽ മതി. ആ ഡോർ അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്താണ് നമ്മൾ ഹാൻഡിൽ പിടിച്ച്, അതായത് അതിന്റെ ഒരു എഡ്ജിൽ പിടിച്ച് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്താൽ. ഇനി എന്താന്ന് നോക്കാം. ബലത്തിന്റെ പരിക്രമണത്തിലെ സദൃശ്യം ബലത്തിന്റെ മൊമെന്റ് ആണ് അല്ലെ. അപ്പം എന്താണ് അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് എന്ത്, മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്. ഇത് ടോർക്ക് എന്നും ബലയുഗ്മം അല്ലെങ്കിൽ കപ്പിൾ എന്നും ഉള്ള പേരില് സന്ദർഭങ്ങളിലും ഈ പാഠത്തിൽ വരുന്നുണ്ട്. ടോർക്കിന്റെ നിർവചനത്തിലേക്ക് എത്തുന്നതിനായി ഒരു കണികയുടെ ചലന സവിശേഷതകൾ മാത്രം പരിഗണിക്കാം. പിന്നീട് ഈ ആശയം കണികാ വ്യവസ്ഥയുടെ മൊത്തം കാര്യത്തിലേക്കും ദൃഢവസ്തുവിലേക്കും അതിന്റെ പരിക്രമണ ചലന വ്യത്യാസങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ ഒരു ദൃഢവസ്തുവിന്റെ കോണീയ ത്വരണം ആംഗുലാർ ആക്സിലറേഷനിലേക്കും ഇതിനെ പിന്നീട് ബന്ധിപ്പിക്കും. ഓക്കെ, അപ്പൊ ടോർക്കും ഇവയെല്ലാം തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അപ്പൊ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഒറിജിൻ O ആധാരമാക്കിയിട്ട് ഒരു പാർട്ടിക്കിൾ P ഉണ്ട്. ആ പാർട്ടിക്കിൾ Pയുടെ പൊസിഷൻ വെക്ടർ ആണ് R എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് എ സ്ഥാന സദിശമുള്ള, അതായത് R എന്ന സ്ഥാന സദിശമുള്ള P എന്ന ബിന്ദുവിലിരിക്കുന്ന സ്വതന്ത്ര കണത്തിന്മേൽ ഒരു ബലം പ്രയോഗിച്ചാൽ, അതായത് P എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നു വിച്ച് ഇസ് ഹാവിങ് എ പൊസിഷൻ വെക്ടർ R വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ. ആ പിയിൽ നമ്മൾ എന്താണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ കണത്തെ സ്വാധീനിക്കുന്ന ടോർക്ക് ഒരു സദിശ ഗുണമായി എന്താണ് നിർവചിക്കാം. നോക്കിക്കേ, അപ്പൊ ടോർക്ക് എങ്ങനെ നിർവചിക്കാം നമുക്ക്. ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് F. ഓക്കെ, ആ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ആറിന്റെയും എഫിന്റെയും എന്താണ് ക്രോസ് പ്രോഡക്റ്റ് ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പൊസിഷൻ വെക്ടർ. എഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്. അപ്പൊ ടോർക്ക് ഒരു സദിശ പരിമാണമാണ്. സദിശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം അതിന്റെ പ്രതീകം ഗ്രീക്ക് ലിപിയിലുള്ള ടൗ. ഓക്കെ, ടൗ എന്ന് നമ്മൾ പറഞ്ഞ ടൗ എന്നാണ് അതിനെ പറയുന്നത്, ഈ ലെറ്റർ. ഓക്കെ, ടൗ ആണ്. അതിന്റെ പരിമാണം താഴെ കാണിച്ചിരിക്കുന്നു. ടൗ ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതായത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്, എ ബി സൈൻ തീറ്റ ആണ്. അതാണ് അവർ എഴുതിയിരിക്കുന്നത്. ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതിയിട്ടുള്ളത്. വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ഇതിൽ ആർ എന്നത് സ്ഥാന സദിശമായ ആറിന്റെ പരിമാണമാണ്. അതായത് ഇറ്റ് ഇസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ ആർ. ഈ ആർ എന്ന് പറയുന്നത് എന്താണ്, പൊസിഷൻ വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതായത് ഒ പിയുടെ നീളം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഉണ്ടോ, നമ്മൾ എവിടെയാണ് പാർട്ടിക്കിൾ പി പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഇവിടെയാണ് ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തത്. ആൻഡ് ഒറിജിൻ ഓയിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് പാർട്ടിക്കിൾ വെച്ചത്. ആ ഡിസ്റ്റൻസ് ആണ് ആർ. ദാറ്റ് ഇസ് എ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒ പിയുടെ നീളമാണ് ഈ ഒരു ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ബലമായ എഫിന്റെ പരിമാണമാണ് എഫ്. ആറും എഫും തമ്മിലുള്ള കോണളവാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്കിന്റെ ഡയമെൻഷൻ ml² T⁻⁻² ആണ്. ഇത് പ്രവൃത്തി, ഊർജം എന്നിവയുടെ ഡയമെൻഷന് സമാനമാണ്. എന്നാൽ അത് പ്രവൃത്തി എന്ന ഭൗതിക പരിമാണത്തിൽ നിന്ന് എത്രയോ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ടോർക്ക് ഒരു സദിശവും പ്രവൃത്തി അദിശവുമാണ്. ഒരു പ്രധാന വ്യത്യാസമാണ് SI യൂണിറ്റിൽ. ഓക്കെ, അതൊരു പ്രധാന വ്യത്യാസമാണ്. എന്താണ്, ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടറും അതുപോലെ പ്രവൃത്തി വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കെയിലാറുമാണ്. ഓക്കെ, അതുപോലെ SI യൂണിറ്റ് ടോർക്ക് കുറിക്കുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്. അതുപോലെ ടോർക്കിന്റെ അളവുകൾ കണക്കാക്കുന്നത് താഴെ കാണിച്ചിരിക്കുന്നത് പ്രകാരമാണ്. ടോ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ടൈംസ് എഫ്, അല്ലെങ്കിൽ എന്താണ് ആർ എഫ് എന്ന് പറയാം. ഓർ ടോ ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ആർ എഫ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ആറിന് ഇത് കണക്ക് ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട്. ആർ പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ് എന്നത് മൂലബിന്ദുവിൽ നിന്ന് ബലം എഫ് പ്രവർത്തിക്കുന്ന രേഖയിലേക്കുള്ള അകലം കുറിക്കുന്ന ലംബരേഖയുമാണ്. അതായത് ഒന്നുമില്ല, ഇറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എഫ് ഫ്രം ദ ഒറിജിൻ. ഓക്കെ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിനും നമ്മുടെ
ഒറിജിനുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, ആ ഒരു ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, വിച്ച് ഇസ് ആർ സൈൻ തീറ്റ. ഓക്കെ, സോ എഫ് പെർപെൻഡിക്കുലർ വിച്ച് ഇസ് ലംബരേഖയും എഫ് പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ എന്നത് ആറിന് ലംബദിശയിലുള്ള എഫിന്റെ ഘടകമാണ്. സോ ഇതിൽ ആർ ഇസ് ഈക്വൽ ടു 0, എഫ് ഇസ് ഈക്വൽ ടു 0 ആയാൽ ടൗ എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആയാലും എന്താണ് 180 ഡിഗ്രി ആയാലും ടൗ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം സൈൻ 0 സൈൻ 180 0 ആയതുകൊണ്ട്. അപ്പോൾ ടോർക്ക് ഇല്ലാതാവണമെങ്കിൽ ബലങ്ങളുടെ സാന്നിധ്യം 0 ആവുകയോ ബലത്തിന്റെ പ്രവർത്തന രേഖ മൂലബിന്ദുവിലൂടെ കടന്നു പോവുകയോ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ഫോഴ്സ് 0 ആകുക, അല്ലെങ്കിൽ പ്രവർത്തന രേഖ എന്ന് പറയുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പാസസ് ത്രൂ ദി ഒറിജിനിലൂടെ കടന്നു പോയാൽ എന്താ, വി ക്യാൻ സേ ദാറ്റ് ടോട്ടൽ ടോർക്ക് ഇസ് 0. ഇനി ആർ ക്രോസ് എഫ് എന്ന സദിശ ഗുണിതം ആയതിനാൽ രണ്ട് സദിശങ്ങളുടെ സദിശ ഗുണിതത്തിന്റെ സവിശേഷതകൾ അതിന് ബാധകമാണ്. ഇനി എഫിന്റെ ദിശ നേരെ വിപരീതമാവുകയാണെങ്കിൽ ടോർക്കിന്റേത് എതിർ ദിശയായിരിക്കും. എന്നാൽ ആറിന്റെയും എഫിന്റെയും ദിശകൾ വിപരീതങ്ങളാകുമ്പോൾ ടോർക്കിന്റെ ദിശ അതേപോലെ തുടരുന്നു. എന്താ പറയുന്നത്, ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. സോ ഡയറക്ഷൻ ഓഫ് എഫ് റിവേഴ്സ് ചെയ്താൽ ഡയറക്ഷൻ ഓഫ് ടോർക്കും എന്താ, അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സും എന്തായിരിക്കും, റിവേഴ്സ് ചെയ്യും. ആൻഡ് ഡയറക്ഷൻ ഓഫ് ബോത്ത് ആർ ആൻഡ് എഫ് ആർ റിവേഴ്സ്ഡ് ആണെങ്കിൽ എന്താണ്, ഡയറക്ഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്തായിരിക്കും, സെയിം ആയിട്ട് തന്നെ തുടരും. ഓക്കെ, അടുത്ത നോക്കിക്കേ, ആംഗുലാർ മൊമെന്റത്തിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ലീനിയർ മൊമെന്റം പഠിച്ചു, അതിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കാം, ബലത്തിന്റെ സദൃശ്യമായി ടോർക്കിനെ കാണുമ്പോൾ രേഖീയ ആക്കത്തിലുള്ള പരിക്രമണത്തിലെ സദൃശ്യമായി കോണീയ ആക്കത്തെയും നമുക്ക് കാണേണ്ടതാണ്. ആദ്യം ഒരു സ്വതന്ത്ര കണികയുടെ കോണീയ ആക്കത്തിന്റെ നിർവചനം എന്താണെന്ന് നോക്കാം. ഒരു കണികയുടെ ചലനവുമായി ബന്ധപ്പെട്ട് ഈ നിർവചനത്തിന്റെ ഉപയോഗ സാധ്യതകളെ കുറിച്ച് ആലോചിക്കാം. പിന്നീട് ഈ നിർവചനത്തെ കണികാ വ്യവസ്ഥയിലേക്കും ദൃഢവ്യവസ്ഥയിലേക്കും ഉൾപ്പെടെയുള്ള ചലനങ്ങളിലേക്ക് വിപുലപ്പെടുത്താം. അതായത് നമ്മൾ ആദ്യം അതിന്റെ ഇക്വേഷൻ പഠിക്കുന്നു, എന്നിട്ട് അതെങ്ങനെ നമുക്ക് പാർട്ടിക്കിൾ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഒരു റിജിഡ് ബോഡിയിലോട്ടും ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ നോക്കിക്കേ, ടോർക്കിനെ പോലെ ബലത്തിന്റെ മൊമെന്റ് ഒരു സദിശ ഗുണമാണ്. അപ്പൊ ടോർക്കിനെ പോലെ തന്നെ ബലത്തിന്റെ മൊമെന്റ്, അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്താണ്, ഒരു സദിശ ഗുണമാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിനെ ആക്കത്തിന്റെ മൊമെന്റ് ആയി സൂചിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇത് മൊമെന്റ് ഓഫ് മൊമെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ വസ്തുവിൽ നിന്ന് തന്നെ കോണീയ ആക്കത്തെ നിർവചിക്കേണ്ടത് എങ്ങനെയെന്ന് സങ്കല്പിക്കാവുന്നതാണ്. മൂലബിന്ദു ഒറിജിൻ ഒ എ ആധാരമാക്കി ആർ സ്ഥാന സദിശ പി രേഖീയ ആക്കവും എം മാസമുള്ള ഒരു കണിക സങ്കല്പിക്കുക. ഒ എന്ന മൂലബിന്ദുവിനെ ആധാരമാക്കിയുള്ള ഈ കണത്തിന്റെ കോണീയ ആക്കം എൽ താഴെ കാണിച്ചിരിക്കുന്ന വിധം നിർവചിക്കാവുന്നതാണ്. അതായത് എന്താണ്, എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഓക്കെ, അപ്പൊ എന്താണ്, ആംഗുലാർ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ എൽ ഇസ് ഗിവൺ ആസ് എന്താണ്, ആർ ക്രോസ് പി എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, പി ആണ് ഒരു പാർട്ടിക്കിളിന്റെ ലീനിയർ മൊമെന്റം എങ്കിൽ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, ഒ ആണെങ്കിൽ എം ആണ് പാർട്ടിക്കിളിന്റെ മാസ് എന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആൻഡ് ദാറ്റ് എൽ ഇസ് ആർ ക്രോസ് പി എന്ന് പറയാം. ഒന്നുമില്ല, എം മാസമുള്ള ഒരു കണം, അത് പി എന്ന് പറയുന്നതാണ് അതിന്റെ രേഖീയ ആക്കം, ലീനിയർ മൊമെന്റം. ആർ ആണ് അതിന്റെ പൊസിഷൻ വെക്ടർ. എങ്ങനെയെങ്കിലും അതിന്റെ എന്താണ്, ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ കോണീയ ആക്കം എന്ന് പറയുന്നത് എൽ ആയിട്ട് സൂചിപ്പിക്കാം. ഇറ്റ് ഇസ് എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആയിരിക്കും. ആൻഡ് കോണീയ ആക്ക സദിശത്തിന്റെ പരിമാണം താഴെ കാണിച്ചിരിക്കുന്ന പോലെ എൽ ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. ആർ ക്രോസ് പി ആണെങ്കിൽ എന്താണ്, ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതുന്നത്, ആർ പി സൈൻ തീറ്റ എന്ന് എഴുതും. സോ ഇതിൽ പി എന്നത് പിയുടെ പരിമാണവും, അതായത് നമ്മൾ ഇവിടെ എഴുതിയ പിയും ഈ പിയും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പി എന്താണ്, ഈ ലീനിയർ മൊമെന്റത്തിന്റെ ഇത് വെക്ടർ ആണ്, ഈ ലീനിയർ മൊമെന്റം വെക്ടർ. ഇത് ലീനിയർ മൊമെന്റം വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ പി എന്ന് പറയുന്നത്. ഓക്കെ, സോ പി ഇസ് എ മാഗ്നിറ്റ്യൂഡ്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് പി എന്നത് പിയുടെ പരിമാണവും തീറ്റ എന്നത് ആറിന്റെയും പിയുടെയും ഇടയിലുള്ള കോണളവുമാണെന്ന് കാണാം. ഇത് താഴെ കാണിച്ചിരിക്കുന്ന വിധം എഴുതാവുന്നതാണ്. എൽ ഇസ് ഈക്വൽ ടു ആർ പി
ഇത് പി പെർപെൻഡിക്കുലർ ആണ്, അഥവാ ആർ പെർപെൻഡിക്കുലർ പി എന്ന് എഴുതാം. സോ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എന്താണ്, കേന്ദ്രത്തിൽ നിന്നുള്ള പിയുടെ ദിശാസൂചക രേഖയുടെ ലംബിത ആക്കവും പി എന്നത് ആറിന് ലംബ ദിശയിലുള്ള പിയുടെ ഒരു ഘടകവുമാണ്. അതായത് ഒന്നുമില്ല, ഈ ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഡയറക്ഷണൽ ലൈൻ ഓഫ് മൊമെന്റം ഫ്രം ദ ഒറിജിൻ. ഓക്കെ, മൊമെന്റവും ഒറിജിനും തമ്മിലുള്ള, അതായത് മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ലൈനും ഒറിജിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അതുപോലെ പി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് മൊമെന്റം ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ആർ. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. സോ ഇതാണ് എന്ത്? ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി അല്ലെങ്കിൽ ആർ പി സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അടുത്തത്, ഭൗതിക പരിമാണങ്ങളായ ബലത്തിന്റെയും മൊമെന്റിന്റെയും കോണീയ ആക്കവും തമ്മിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ബന്ധമുണ്ട്. ബലത്തിന്റെ മൊമെന്റും കോണീയ ആക്കവും, അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സും ആംഗുലാർ മൊമെന്റും തമ്മിൽ എന്താണ്? ഒരു റിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ബലത്തിന്റെയും രേഖീയ ആക്കത്തിന്റെയും പരസ്പര ബന്ധത്തിന് സമാനമായ പരിക്രമണ ചലനത്തിലെ സാദൃശ്യമാണിത്. ഒരു കണികയുടെ കോണീയ ആക്കത്തിന്റെ നിർവചനത്തിനായി സമയത്തിന് ആധാരമായി എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി യെ അവകലനം ചെയ്താൽ മതി. അതായത് എന്താണ്? ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ടോർക്കും ആംഗുലാർ മൊമെന്റും റിലേഷൻ കാണാനായിട്ട് ആദ്യം ആംഗുലാർ മൊമെന്റിന്റെ ഇക്വേഷൻ എടുത്തു, എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഇനി അവരെ എന്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ എന്താണ്? എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ഡി എൽ ബൈ ഡി ടി, അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എല്ലിന് വരെ എന്ത് എഴുതാം? ആർ ക്രോസ് പി എന്ന് എഴുതാം, അല്ലെ. അപ്പൊ ആർ ക്രോസ് പി, അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യണം, അല്ലെ. നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് എ ബി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഡി എ ബൈ ഡി ടി ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ഡി ബി ബൈ ഡി ടി, ഇതാണ് ചെയ്യുന്നത്. അതായത് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് എലമെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം. ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഇൻ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. സോ അത് തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. നോക്കിക്കേ, ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി, ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് എന്താണ് നമ്മുടെ സെക്കൻഡ് ടേം ദാറ്റ് ഇസ് പി പ്ലസ് ഫസ്റ്റ് ടേം ദാറ്റ് ഇസ് ആർ ക്രോസ് സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ഡി പി ബൈ ഡി ടി. ഓക്കെ ആയല്ലോ. അപ്പൊ ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു റൈറ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കുവാണ്. ഇതിൽ നിന്ന് നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ആണ്. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ദാറ്റ് ഇസ് ഡി ആർ ബൈ ഡി ടി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതുപോലെ പി ഇസ് ഈക്വൽ ടു എന്താണ്? എം വി ആണ്. മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇത് രണ്ടും നമ്മൾ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഡി ആർ ബൈ ഡി ടി ക്രോസ് പി, അതായത് നമ്മൾ ഫസ്റ്റ് ടേമിനിങ് എടുക്കുവാണ്. ഇതിനകത്ത് ഫസ്റ്റ് ടേമിനിങ് എടുക്കുവാണ്. ഡി ആർ ബൈ ഡി ടി ക്രോസ് പി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടിക്ക് വരെ എന്ത് എഴുതി? നമ്മൾ വി എന്ന് എഴുതി. ക്രോസ് പിക്ക് വരെ എന്ത് എഴുതി? എം വി എന്ന് എഴുതി. മനസ്സിലായോ? ഈ രണ്ട് ടേമും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഈ ഫസ്റ്റ് ടേമിനെ എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ക്രോസ് പി ഇസ് ഈക്വൽ ടു വി ക്രോസ് എം ഇൻറ്റു വി. ഇതെന്താണ്? 0 ആണ്. ബിക്കോസ് എന്താണ്? വി ക്രോസ് വി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതായത് പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെ. വി ക്രോസ് എം വി എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? രണ്ടും വെലോസിറ്റി വെക്ടേഴ്സ് ആണ്, അല്ലെ. രണ്ട് വെലോസിറ്റിയുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി. തീറ്റ 0 ഡിഗ്രി. സോ എന്താണ്? എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ ആണ്. സോ ഇവിടെ വി ക്രോസ് എം വി എന്ന് പറയുന്നത് എന്താണ്? എം ഇൻറ്റു വി സൈൻ 0 എന്ന് പറഞ്ഞു വരും. സൈൻ 0 എന്താണ്? 0 ആണ്. സോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, രണ്ട് പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അങ്ങനെ ഈ ഫസ്റ്റ് ടേം എന്തായി? 0 ആയി പോയി. അടുത്തത് സെക്കൻഡ് ടേം ആണ്. ആ സെക്കൻഡ് ടേമിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി, ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഇതില് ആറ് അങ്ങനെ തന്നെ എഴുതി. ഡി പി ബൈ ഡി ടി എന്താ? നമ്മുടെ ഫോഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, സെക്കൻഡ് ലോ ഓഫ് മോഷൻ വഴി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. സോ ആർ ക്രോസ് ഡി പി ബൈ ഡി ടി, ഡി പി ബൈ ഡി ടിക്ക് വരെ എഫ് എഴുതി. സോ ആർ ക്രോസ് എഫ് ഇത് അതെന്താണ്? ടോ ആണ്, അതായത് നമ്മുടെ ടോർക്ക് ആണ്, അല്ലെ. ആർ ക്രോസ് എഫ് ഇസ് ടോ, ദാറ്റ് ഇസ് ടോർക്ക്. സോ അതിനാൽ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഇസ് ഈക്വൽ ടു ടോ, അല്ലെങ്കിൽ എന്താണ്? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ
ഇപ്പൊ എന്തായി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഇസ് ടോർക്ക് എന്ന് കിട്ടി അല്ലെ. ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അബൌട്ട് എ പോയിന്റ് ഇസ് ഈക്വൽ ടു ദി എക്സ്റ്റേണൽ ടോർക്ക്. സോ അങ്ങനെ സമയക്രമത്തിൽ ഒരു കണികയുടെ കോണീയ ആക്കത്തിന്റെ നിരക്കിൽ വരുന്ന വ്യത്യാസം കണത്തിന്മേൽ പ്രയോഗിക്കുന്ന കോണീയ ആക്കത്തിന് തുല്യമാണ്. ഒരു സ്വതന്ത്ര കണികയുടെ സ്ഥാനാന്തര ചലനത്തിലുള്ള ന്യൂട്ടന്റെ രണ്ടാം നിയമത്തെ സൂചിപ്പിക്കുന്നതാണ് F is equal to dp/dt എന്ന സമവാക്യത്തിന്റെ പരിക്രമണ സദൃശമാണ്. ഓക്കെ, അപ്പൊ F is equal to dp/dt എന്ന് പറയുന്നതിന്റെ അനലോഗസ് ആണ്, റൊട്ടേഷൻ അനലോഗ് ആണ് dl/dt is equal to tau എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഇസ് ഫോഴ്സ്, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഇസ് ടോർക്ക്. ഓക്കെ, സോ അതാണ് ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ഇനി ഇത് തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഒരു സിസ്റ്റത്തിൽ ഐ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇത് തന്നെ കിട്ടും എന്ന് പറഞ്ഞു നോക്കിക്കേ. ടോ ഐ ഇസ് ഈക്വൽ ടു ആർ ഐ ക്രോസ് എഫ് ഐ എന്ന് പറഞ്ഞ് കിട്ടുന്നതിന് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ കോണീയ ആക്കത്തിന്റെ സംരക്ഷണം. നോക്കാം. ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോൾ സമവാക്യം എന്താകുന്നു? താഴെ കാണിച്ചിരിക്കുന്നത് പോലെ ആകുന്നു. അതായത് dl/dt ഇസ് ഈക്വൽ ടു ടോ എന്ന് പറയുന്നത് ടോ 0 ആകുമ്പോൾ dl/dt ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആകും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു dp/dt ഇസ് ഈക്വൽ ടു 0 ആയപ്പോൾ p ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ എഴുതി. അപ്പൊ ഇവിടെ dl/dt ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ്? L ഇസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ L എന്താണ്? ഒരു സ്ഥിര സംഖ്യയാണ്. സോ ഒരു കണികാ വ്യവസ്ഥയുടെ ആകെ ബാഹ്യ ടോർക്ക് 0 ആവുന്നിടത്ത് ആ വ്യവസ്ഥയുടെ മൊത്തം കോണീയ ആക്കം സംരക്ഷിക്കപ്പെടുന്നുവെന്നോ അല്ലെങ്കിൽ സ്ഥിരതയുള്ളതായിരിക്കും എന്നോ പറയാം. സോ സമവാക്യം 3 അദിശ സമവാക്യങ്ങൾക്ക് സമാനമാണ്. അതായത് ഒന്നുമില്ല, Lx, Ly, Lz, അതായത് എക്സ് വൈ ഇസഡ് ആക്സിസുകളിൽ നമ്മൾ ആംഗുലാർ മൊമെന്റത്തിന് Lx, Ly, Lz എന്നിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. Lxന് നമ്മൾ k1 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നു. Ly k2, അതായത് ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് 3 ഡയറക്ഷനിലും അവർക്ക് k1, k2, k3 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് കൊടുക്കുന്നു. ജസ്റ്റ് നെയിമിംഗ് ആണ്. സോ k1, k2, k3 എന്നിവ സ്ഥിര സംഖ്യകളാണ്. Lx, Ly, Lz എന്നിവ യഥാക്രമം എക്സ് വൈ ഇസഡ് അക്ഷങ്ങളിലെ കോണീയ ആക്ക സദിശം Lന്റെ ഘടകങ്ങളുമാണ്. കോണീയ ആക്ക സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 ഘടകങ്ങളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്ഥിരതയിൽ തുടരുന്നു എന്നാണ് അല്ലെ. അപ്പൊ ഈ 3 വാല്യൂസും എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ലീനിയർ മൊമെന്റം കൺസർവേഷൻ ഇതാണ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ. അപ്പം ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് ഇസ് റൊട്ടേഷൻ അനലോഗ് ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം തന്നെയാണ്. ഓക്കെ, അതാണ് താഴെ പറയുന്നത്. സമവാക്യം 7.29a എന്നത് സമവാക്യം 7.18aയുടെ പരിക്രമണ സദൃശ്യമാണ്, റൊട്ടേഷൻ അനലോഗ് ആണ്. ഓക്കെ, അതായത് ഒരു കണിക വ്യവസ്ഥയ്ക്കുള്ള ആകെ രേഖീയ ആക്കത്തിന്റെ സംരക്ഷണ നിയമമാണിത്. സമവാക്യം 7.18a പോലെ തന്നെ ഈ സമവാക്യവും നിരവധി സന്ദർഭങ്ങളിൽ പ്രായോഗിക പ്രാധാന്യമുള്ളതായി കണ്ടുവരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ചിലത് ഈ അധ്യായത്തിൽ പിന്നീട് കാണാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു ന്യൂമറിക്കൽ ഒരു എക്സസൈസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മൂലബിന്ദുവിനെ അവലംബിച്ചുള്ള 7i cap plus 3j cap minus 5k cap എന്ന ബലത്തിന്റെ ടോർക്ക് കണ്ടെത്തുക അല്ലെ. അപ്പൊ ഒരു ഫോഴ്സ് ടോർക്ക് കണ്ടെത്തുക, ബലം പ്രയോഗിക്കപ്പെടുന്നത് സ്ഥാന സദിശം i cap minus j cap plus k cap ഉള്ള ഒരു കണത്തിന്മേലാണ്. അപ്പൊ എന്താ പറയുന്നത്? പൊസിഷൻ വെക്ടർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പൊസിഷൻ വെക്ടർ ആണ് i cap minus j cap plus k cap. അതുപോലെ തന്നെ അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതുമാണ്, 7i cap plus 3j cap minus 5k cap. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ടോർക്ക് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പൊ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്താണ്? r ക്രോസ് എഫ് ആണ് അല്ലെ. ക്രോസ് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്. ക്രോസ് പ്രോഡക്റ്റ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലൊരു ടേബിൾ ഒക്കെ വരച്ച് ചെയ്യുന്നതാണ് അല്ലെ. എന്താ ചെയ്യേണ്ടത്? ടൗ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. അപ്പൊ ആദ്യം നമ്മളിവിടെ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എഴുതുന്നു. അത് കഴിഞ്ഞ് ആറിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതുന്നു. ഐ ക്യാപ്പിന് എന്താണ്? 1 ആണ് കോഎഫിഷ്യന്റ്. ജെ ക്യാപ്പിന് എന്താണ്? -1 ആണ്. കെ ക്യാപ്പിന് എന്താണ്? 1 ആണ്. അതേപോലെ തന്നെ എഫിന്റെ എഴുതുന്നു. ഐ ക്യാപ്പിന്റെ കൂടെ ഉള്ളത് 7 ആണ്, 7 കോഎഫിഷ്യന്റ് എഴുതി. ജെ ക്യാപ്പിന്റെ കൂടെ ഉള്ളത് 3 ആണ്. കെ ക്യാപ്പിന്റെ കൂടെ ഉള്ളത് -5 ആണ്. സോ അങ്ങനെ കോഎഫിഷ്യൻസ് എല്ലാം എഴുതി.
ഇനി എന്താണ് ഇതിനെ ചെയ്യാൻ അറിയാമോ നിങ്ങൾക്ക്? എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഐ ക്യാപ്പ് മൾട്ടിപ്ലൈഡ് ബൈ ഈ ടേംസ് എടുക്കുക. ഈ ടേംസിനെ എടുത്തിട്ട് എന്താണ് അവരെ ക്രോസ് ചെയ്ത് അതിന്റെ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കാം അല്ലെ, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പറയും. അപ്പൊ എന്താണ് -5 ഇൻറ്റു ഇതുവരെ അതിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. -5 ആദ്യം ഈ രണ്ട് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് മൈനസ് ഇവരുടെ പ്രോഡക്റ്റ്. ഓക്കെ, കോണെ പ്രോഡക്റ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ഡിഫറൻസ് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഒന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് ശരി മനസ്സിലാവും. സോ ഐ ക്യാപ്പ് ഇൻറ്റു എന്താണ് -1 ഇൻറ്റു -5 അതെന്താണ് 5 ആണ്. സോ ആ 5 ആണ് ഇവിടെ എഴുതിയത്. -1 ഇൻറ്റു 3 അല്ലെ, 1 ഇൻറ്റു 3 3 അതാണ് ഇവിടെ വന്നത്. 5 - 3 ഇൻറ്റു ഐ ക്യാപ്പ്. അടുത്ത ടേം നോക്കിക്കോ, മൈനസ് ആണ് ഇടുന്നത്. ജെ ക്യാപ്പിന്റെ കൂടെ മൈനസ് ആണ് വരുന്നത്. സോ ജെ ക്യാപ്പ് മൈനസ് ഓഫ് എന്താണ് അടുത്ത ജെ ക്യാപ്പ് വരുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ഐയുടെയും കെയുടെയും താഴെയുള്ള ആൾക്കാരെയാണ് നോക്കുന്നത്. ഓക്കെ, ഐയുടെയും കെയുടെയും താഴെയുള്ള ഇവരെ ഇത്ര ആൾക്കാരെയാണ് നോക്കുന്നത്. അപ്പൊ എന്താണ് 1 ഇൻറ്റു -5 അത് -5 മൈനസ് 1 ഇൻറ്റു 7 7 ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് അടുത്ത എന്താണ് കെ ക്യാപ്പ്. കെ ക്യാപ്പ് വരുമ്പോൾ എന്താണ് നമ്മളിത് ഇത്ര ആൾക്കാരെയാണ് നോക്കുന്നത്, ഐയുടെയും ജെയുടെ അടി കിടക്കുന്ന ആൾക്കാരെ. അപ്പൊ എന്താണ് 3 ഇൻറ്റു 1 3 തന്നെ വരും, മൈനസ് ജെയുടെ താഴെയുള്ള -1 ഇവരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3 മൈനസ് -7 ഇവിടെ -1 ആയതുകൊണ്ട് -7 ഉണ്ട്. സോ -7 ഇൻറ്റു കെ ക്യാപ്പ്. അപ്പൊ ഇതിൽ കെയും ഐയും എന്താണ് ടേംസ് പോസിറ്റീവ് ആണ്, ബട്ട് ജെയുടെ അത് മാത്രം ഇവിടെ എന്താണ് ഒരു നെഗറ്റീവ് ഇടണം. ഇതാണ് ക്രോസ് പ്രോഡക്റ്റ് കണ്ടെത്താനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ 3rd ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ അത് മോഷൻ ഇൻ എ പ്ലെയിനിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെക്ടേഴ്സിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അതിൽ നിന്ന് 5 - 3 നമ്മൾ 2 എഴുതി, -5 - 7 എന്ന് പറയുന്നത് എന്താണ് -12 ആണ് അല്ലെ. -12 ഇൻറ്റു ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്. സോ മൈനസ് ഇൻറ്റു -12 പ്ലസ് 12 ജെ ക്യാപ് പ്ലസ് 3 മൈനസ് -7 അപ്പൊ എന്താണ് 3 + 7 ആവും, ദാറ്റ് ഇസ് 10 കെ ക്യാപ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിലും വലിയ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ അതായത് വെക്ടർ പ്രോഡക്റ്റ് ഒക്കെ എന്താണ് മാത്സിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പം അതേപോലത്തെ സെയിം സ്റ്റെപ്പുകളാണ് ഇതുള്ളത്. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം, ആംഗുലാർ ആക്സിലറേഷൻ ആൻഡ് ടോർക്ക്. പിന്നെ ഇവരുടെ റൊട്ടേഷണൽ അനലോഗ് അതായത് ഇവരുടെ ലീനിയർ ഡൈനാമിക്സിലെ ഇവരുടെ അനലോഗസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. ഇവര് തമ്മിലുള്ള റിലേഷൻ അതായത് ലീനിയർ മൊമെന്റും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ, ഫോഴ്സും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ. സോ അങ്ങനെ ഒരുപാട് റിലേഷൻസും പിന്നെ കൺസർവേഷനും കണ്ടു. ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് എന്ന് പറയുന്നത് വെൻ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകുമ്പോഴാണ് ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആവുന്നത്. ലീനിയർ മൊമെന്റം കൺസർവ്ഡ് ആവുന്നത് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് 0 ആകുമ്പോഴാണ് ലീനിയർ മൊമെന്റം കൺസർവ്ഡ് ആവുന്നത്. സോ അങ്ങനെ കൺസർവേഷൻ ലോസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതാണ് റൊട്ടേഷണൽ ഡൈനാമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ ഈ ചാപ്റ്ററിലുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. ഇൻ കേസ് ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്സ് യു ക്യാൻ ജസ്റ്റ് comment. Okay, so thank you all, thank you for watching. Bye.